നല്ല കുടുംബം നയിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിച്ച, എങ്ങനെയാണ് ഒരു രാജ്യം നന്നായി ഭരിക്കേണ്ടതെന്ന് പഠിപ്പിച്ച, നീതിയിലും ധർമ്മത്തിലും വിശ്വസിച്ച മഹാനായ പ്രവാചകനാണ്. അവരുടെ പുണ്യഭൂമിയിൽ 550 വർഷത്തിന് ശേഷമാണ് പുതിയ ക്ഷേത്രം പണിയുന്നത്. ആ ക്ഷേത്രത്തിൽ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ആ ഭവ്യമായ ചടങ്ങിന് ലോകത്തെങ്ങുമുള്ള സനാതന ധർമ്മവിശ്വാസികൾ പ്രാർത്ഥനാനിരതരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്രതത്തിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മീയമായ 2ാം സ്വാതന്ത്ര്യ സമരമാണ്. ജനുവരി 22 ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസമാണ്. വൈദേശിക ആക്രമണങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഒരുപാട് നല്ല ബിംബങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാണ്. അത് തിരിച്ചു പിടിക്കാൻ വളരെയധികം സമയമെടുത്തെങ്കിലും അതെല്ലാം രാമഭക്തന്മാരുടെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. നമുക്ക് കൂപ്പുകൈയോടുകൂടി നിൽക്കാം. ഒരു കാര്യം ഉറപ്പാണ്, അയോധ്യ രാമജന്മഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ്. ക്രൈസ്തവർക്കും ജൂതന്മാർക്കും ജെറുസലേം പോലെ, മുസ്ലിങ്ങൾക്ക് മെക്ക പോലെ, ലോകത്തിലെ മുഴുവൻ സനാതന ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ ഒഴുകിയെത്തുന്ന ഒരു വലിയ കേന്ദ്രമായി, ആത്മീയ കേന്ദ്രമായി മാറാൻ പോവുകയാണ്. ഭാരതത്തിലെ ഋഷി വര്യന്മാരുടെ ഒരു സ്വപ്നമുണ്ട്. അത് ഇന്ത്യ ലോകത്തിൻ്റെ ഒരു ഗുരുസ്ഥാനത്തെത്തുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിൻ്റെ ആരംഭം, ഈ പ്രാണപ്രതിഷ്ഠ അതിന് വേഗത പകരട്ടെ എന്ന് ഈ ക്ഷേത്രസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ യാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഭക്തജനങ്ങളെ, ഈ മുഹൂർത്തത്തിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കും. കേരളത്തിൽ നിന്ന് 10 പേർക്കാണ് ഇൻവിറ്റേഷനുള്ളത്. അതിൽ 5 സന്യാസിമാർക്കാണ്, ബാക്കി 5 പേർക്കേ ഉള്ളൂ. അതിനുശേഷം ഇതിലും 10 പേര് കൂടാതെ ഈ 3 പേർക്കാണ് ഈ സൗഭാഗ്യം കിട്ടിയിരിക്കുന്നത്. കാരണം ഇവർ കാറിൽ പോവണം. ഇത്ര ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യൽ പാസും ഒരു ബ്ലോക്കും ഉണ്ടാവില്ല. ഇവർക്ക് അവിടെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ട് ഇവർക്ക് പോകാൻ തോന്നിയത് തന്നെ ശ്രീരാമൻ്റെ ഒരു ശക്തി തന്നെയാണ്. മഹാത്മാഗാന്ധിജി പറഞ്ഞ മാതിരി മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ മാതിരി അതിന് എത്രയോ കാലം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാനും ഇത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം നമ്മളെ മാതിരി സാധാരണക്കാരനായി ജനിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തൊരു മഹാവ്യക്തിയാണ്. നമ്മുടെ എല്ലാം ഒരു ചിരകാല സ്വപ്നമായിരുന്നു. അയോധ്യയൊക്കെ നമുക്ക് അവിടെ നമ്മുടെ നമ്മുടെ പഠിപ്പിലും ഇതൊന്നും അറിവില്ലെങ്കിലും നമ്മുടെ മുത്തച്ഛന്മാരും മുൻമുത്തച്ഛന്മാരും പറഞ്ഞു തന്ന് ശ്രീരാമൻ്റെ ജന്മസ്ഥലം അയോധ്യയാണ് നമുക്കറിയാമെങ്കിലും അവിടെ പോവാനോ ദർശനം ചെയ്യാനോ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ 140 കോടി ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് ഈ 22-ാം തീയതി സഫലീകരിക്കാൻ പോകുന്നത്. അന്ന് എല്ലാവരും
അവിടെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് പറ്റാവുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ബിഗ് സ്ക്രീനിൽ നാം ആ പ്രോഗ്രാം മുഴുവൻ കാണിക്കുന്നുണ്ട്. അതേമാതിരി ഈ ക്ഷേത്രത്തിലും അന്ന് വളരെ ആഘോഷകമായി തന്നെയാണ് ഈ ക്ഷേത്രത്തിലും ഈ സംഘാടകർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവരുടെ യാത്ര വളരെ മംഗളമാവട്ടെ എന്ന് ജഗദീശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ യാത്രയ്ക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. തൊടണ്ട മതി വേണം.